ആണുങ്ങൾ ഏറ്റവും മോസ്റ്റ് നമ്മളോട്, നമ്മളെ അറിയാത്തവർ, നമ്മളെ മനസ്സിലാക്കാത്തവർ, നമ്മുടെ ഏറ്റവും അങ്ങറ്റം പോയാൽ ഒറ്റ ചോദ്യം അവർ ചോദിക്കും, എന്നുവെച്ചാൽ ഒന്ന് കൂടെ കിടക്കാൻ കിട്ടുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന അവരുടെ ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ തീരുമാനിക്കുന്നു എൻ്റെ ക്ലീവേജ് ഒക്കെ ഒന്ന് കണ്ടോട്ടെ, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുന്നത് പൊക്കിളൊന്ന് 10 പേര് കണ്ടോട്ടെ, അതൊന്ന് നല്ല രീതിയിലൊന്ന് കാണുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പേര് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു DJ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു വീഡിയോ 2 ദിവസമായിട്ട് DJ, അവളൊരു കോഴിക്കോടുകാരിയാണ്. അവളുടെ DJ പാട്ട് ഭയങ്കര, അവളെ എക്സ്പോസ് ചെയ്ത് ഡാൻസ് ചെയ്തു. അവൾക്ക് കുറച്ച് വണ്ണമുള്ളൊരു കുട്ടിയാണ്. അത് ബോഡി ഷെയ്മിങ് ആണ്. ഈ പറയുന്ന ഇടം മാനവീയം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എവിടെയാണെങ്കിലും ആ സ്വാതന്ത്ര്യം അമിതമാകുമ്പോൾ അവർ പരിസരം മറന്നു പോകുന്നു എന്നുള്ളത്. അവിടെ അവൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്, ആ ഒരു കോൺഫിഡൻസ് ആണ് അവളുടെ സൗന്ദര്യമായിട്ടും അവളുടെ എന്താ പറയുക, അവളുടെ ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ് അതിനെ മാറ്റിമറിച്ചത്. ഇപ്പം എൻ്റെ മക്കളുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ മക്കളാണ് എനിക്ക് കൂടുതലുള്ളത്. അവർ നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ്, അപ്പോൾ നമുക്ക് അപ്പോഴേ അറിയാം അവൻ്റെ വീട്ടിൽ അവൻ അങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം. കാരണം അവൻ ചില സമയത്ത് ഭയങ്കര റൂഡാവും. അപ്പം എൻ്റെ കൂടെ നിന്ന് അവനെ അടക്കണമെങ്കിൽ വലിയ മോനുണ്ടെങ്കിൽ പറ്റുമോ. ആ ഒരു അമ്മ എന്നെ വിളിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചീറ്റ് ചെയ്യപ്പെട്ട മറ്റൊരമ്മയും എന്നെ വിളിക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു നല്ല സമകാലികമായിട്ടുള്ളൊരു വിഷയമാണ് സംസാരിക്കുന്നത്. മക്കളുടെ പേര് ചേർത്ത് വിളിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ സ്ത്രീ തന്നെയാണോ നിർണ്ണയിക്കുന്നത്, അതോ സമൂഹമാണോ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് അഭിപ്രായം? ആദ്യമേ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു എന്താ പറയുന്നത് അല്പനേരം വർത്തമാനം പറയാൻ, റോഷ്നിയോടൊപ്പം വർത്തമാനം പറയാനായിട്ട്. എനിക്ക് ഒരുപാട് സന്തോഷം ചേച്ചി. ഈ ഒരു വിഷയം ശരിയാണ്. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം നിർണ്ണയിക്കുന്നത് സമൂഹമാണോ, നമ്മൾ തന്നെയാണോ എന്നുള്ളത്. ഇന്ന് ആക്ച്വലി അത് പലയിടത്തും ഇപ്പോൾ 2 ദിവസം മുൻപ് എഴുതിയ ഒരു കണ്ടന്റ് ഇപ്പോഴും ഓർമ്മ വരുന്നു. ഡിവോഴ്സ്ഡ് പീപ്പിൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരിടത്ത് അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരു വിധവയായാൽ അല്ലെങ്കിൽ ഒരു വിഡോവർ ആയിക്കഴിഞ്ഞാൽ സമൂഹം എങ്ങനെയാണ് അതിനെ കാണുന്നത്, സ്ത്രീക്ക് എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞത്, ഇന്നും സ്ത്രീ പലപ്പോഴും സ്വതന്ത്രയല്ലാത്തത് സമൂഹം ഇന്നും അവളെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ തന്നെയാണ് എങ്കിലും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോഴും സമൂഹത്തിന്റെ ചില കെട്ടുപാടലുകളിലാണ്. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും അല്ല, അവർ പറ്റിയേ പറ്റത്തുള്ളൂ, അവർ നമ്മളത് നോക്കിയേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും കുറച്ചൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. എത്ര സത്യമല്ലെന്ന് പറഞ്ഞാലും നമ്മൾ ചില പോയിന്റിലൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് പോകാറുണ്ട് അല്ലേ? അങ്ങനെയാണ്. തീർച്ചയായിട്ടും. അല്ല, നമ്മളിപ്പോൾ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ചെയ്യാൻ നമുക്കിപ്പോൾ പല റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ചില റെസ്ട്രിക്ഷൻസിന് നമ്മൾ ചില ഇടങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത് സമൂഹത്തെ പേടിച്ചുകൊണ്ടല്ല, അത് സമൂഹത്തെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതൊരു റെസ്പെക്റ്റ് ആണ് സമൂഹത്തിനോട്, പേടി കൊണ്ടല്ല കേട്ടോ. സമൂഹത്തിനോട് റെസ്പെക്ട് ഉള്ളത് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം. തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ റെസ്പെക്റ്റും കുറച്ചൊക്കെ ആവശ്യമായി. കുറച്ചൊന്നും മാത്രമല്ല റോഷിനി, ഇപ്പം നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മൾ നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കുന്നതും അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതും ഒരു റെസ്പെക്റ്റോട്ടാണ്. ദ സെയിം തിങ് ഈസ് ഹാപ്പൻസ് വെൻ വി കം ടു ദി സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിയിലോട്ട് വരുമ്പോഴും അവിടെയും നമ്മുടെ അത് പറയുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കുന്ന ശീലമാണ് അവിടെ കാണിക്കുന്നത്. സോ അവിടെ അപ്പോൾ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയല്ല, മറിച്ച് അതിൻ്റേതായിട്ടുള്ള നമ്മൾ ശീലിക്കുന്ന വഴികളിലൂടെ സ്വാതന്ത്ര്യത്തെ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. അതെ. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പം നമ്മൾ രണ്ടുപേരും ആയതുകൊണ്ടാണോ ഈ റെസ്പെക്റ്റ്, സമൂഹത്തിന് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്ന കാര്യമൊക്കെ സംസാരിക്കുന്നത്? പുതിയ തലമുറയെക്കുറിച്ച് എന്താണ് ചേച്ചി? അവരിത് അക്സെപ്റ്റ് ചെയ്യോ? അല്ല, പുതിയ തലമുറ, അവിടെയും ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും സമൂഹത്തിലെ കുറിച്ച് മാത്രം പറയുമ്പോൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നതിന് മുമ്പ് ഇവരുള്ള ഒരിടമുണ്ട്, നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത്. വീടുകളിൽ നമ്മൾ എങ്ങനെയാണോ കുട്ടികളെ ശീലിപ്പിക്കപ്പെടുന്നത് അത് തന്നെയാണ്
പുറത്തോട്ടുള്ള. നമ്മൾ പുതിയ തലമുറയിലെ എല്ലാ കുഞ്ഞുങ്ങളും മോശക്കാരെന്നൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര നന്നായിട്ട് നമ്മളോട് ഇടപെടുന്ന കുഞ്ഞുങ്ങൾ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എൻ്റെ മക്കളുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ മക്കളാണ് എനിക്ക് കൂടുതലുള്ളത്. അവർ നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ്, അപ്പൊ നമുക്ക് അപ്പോഴേ അറിയാം അവൻ്റെ വീട്ടിൽ അവൻ അങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ, അത് ഇന്നത്തെ കാലഘട്ടം ചില ഇടങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അവര് ആ സമയത്തേക്ക് നമ്മളോട് കാണിക്കുന്ന ഒരു എന്താ പറയുന്നത്, അതുണ്ടല്ലോ, അതെല്ലായിടത്തും ഉണ്ട്. അത് ഇന്നത്തെ മൊത്തം തലമുറയെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ദേ ഓൾ ആർ വെരി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇന്നത്തെ തലമുറയിൽ അവർക്കൊരു നിലപാടുകൾ അവർ ബോൾഡായിട്ട് പറയും. ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ല എന്ന് പറയും. കാരണം നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മാച്ചന്മാരോ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് വിഴുങ്ങിയിട്ട് അതിങ്ങനെ ആലോചിക്കും. പിന്നെ നമുക്കത് പിന്നെ നമ്മൾ റിക്വസ്റ്റിന്റെ ഭാഗം. പക്ഷെ ഇന്ന് കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്, വാട്ട് യു ആർ ടെല്ലിംഗ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് നമ്മൾ കൊടുത്തതാണ് കുഞ്ഞുങ്ങൾക്ക്, അത് ഈ സമൂഹം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ അവരും നമ്മൾ ചെയ്യുന്നത് കണ്ടും അവർ പഠിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, പലതും അല്ലേ ചേച്ചി? ഈ പറഞ്ഞ പോലെ മാനവീയം റോഡിലേക്ക് പോകുന്ന ആളാണ്, സ്ഥിരമായിട്ട് ആളാണ്. അപ്പോൾ അവിടെ നമ്മൾ പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ചേച്ചി പല കാര്യങ്ങളും കാണുകയും. വേറൊരു കാര്യമുണ്ട് റോഷ്നി, മാനവീയം എന്ന് പറയുന്ന ഒരു ഇടത്ത് മാത്രമല്ല നമ്മൾ പറയേണ്ടത്. ഇന്ന് അത് ആളുകൾക്ക് പെട്ടെന്നൊരു അവിടെ പറയാൻ എളുപ്പം. നമ്മൾ ഈ പറയുന്ന പോലെ സ്കൂളിൽ അധ്യാപകൻ ഒരു തല്ല് പറയുമ്പോഴോ ചീത്ത പറയുമ്പോഴോ ഏറ്റവും പറയുന്ന ഒരേ ഒരു കുട്ടിയായിരിക്കും. മിടുക്കനായിട്ട് ഒരു കുട്ടിയെ പറയും, മോശമായിട്ട് ഒരു കുട്ടിയെ പറയും. ഇതിന്റെ ഇടയ്ക്ക് കുറേ പേര് കാണിക്കുന്നവരുണ്ട്. അവരൊക്കെ മറന്നുകൊണ്ടാണ് പറയുന്നത്. ഇത് നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യം ചിലയിടങ്ങളിൽ കുറച്ചുകൂടി അമിതമാകാറുണ്ട്. അപ്പോൾ അത് ഇവിടെ ഈ പറയുന്ന ഇടം മാനവീയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എവിടെയാണെങ്കിലും ആ സ്വാതന്ത്ര്യം അമിതമാകുമ്പോൾ അവർ പരിസരം മറന്നു പോകുന്നു എന്നുള്ളതാണ്. പരിസരം മറന്നു പോകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ആ ഒരു ഇടത്തിനൊരു പേര്, നമ്മൾ ഈ പറയുന്ന ബ്രാൻഡ് വാല്യൂ കൂടുതലുള്ളത് കൊണ്ട് ആ പേരുകളൊക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ വരും. നമുക്ക് പണ്ടേ കേട്ട് വന്ന ഒരു ഇടമാണ്, മനോഹരമായ ഒരു ഇടമാണത്. ഇപ്പോഴും മനോഹരം തന്നെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ മെജോറിറ്റി രാത്രികളിൽ ഒരു 9:30 മണി മുതൽ 11 മണി വരെ എന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അവിടെ വരാൻ പറ്റുന്ന രാത്രികളുള്ള. അതാണ് ഈ പണ്ടുള്ളവര് നമ്മൾ പറയില്ലേ, അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും ഉണ്ട്. എല്ലാ വിഷയത്തിലും അത് പറഞ്ഞ പോലെ വാട്ട് വി ആർ ടെല്ലിംഗ് ദാറ്റ് ദ വുമൻസ് ഫ്രീഡത്തിലുണ്ട്. വുമൻസ് മാത്രമാണ് നമ്മൾ പറയുന്നത് കൊണ്ടാണ് പറഞ്ഞത്, ഫ്രീഡത്തിലേ ഉണ്ട്. അതെ. ഇപ്പം വേറൊരു കാര്യം, ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമുക്കിപ്പം ആരോടും പോയിട്ട് ഒരു അഭിപ്രായമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ലതും പറയാൻ പറ്റില്ല, ചീത്തയും പറയാൻ പറ്റില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോഴത്തെ. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ് അത് ഉള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലും അനുഭവം ചേച്ചിക്ക് വന്നിട്ടുണ്ടോ? അല്ല, ഞാനെന്ന് പറയുന്ന വ്യക്തി അധികം ആരോടും ഇങ്ങനത്തെ കാര്യത്തിൽ പോയി ഇടപെടാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. അല്ല, ഇപ്പോഴത്തെ സാഹചര്യം അല്ല. കാരണം അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇടപെടുള്ളൂ. അത് എൻ്റെ കുഞ്ഞുങ്ങളുടെയിലാണെങ്കിൽ പോലും അത് ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്ക് നല്ല സൗഹൃദങ്ങളുടെ ഇടയിൽ നമുക്ക് വിമർശനങ്ങൾ പറയാം. നല്ല ഇടങ്ങൾ, അതായത് നമ്മളെ അവിടെയും നീഡഡ് ആയിട്ടുള്ളത് ഈ റെസ്പെക്ട് തന്നെ. ആ റെസ്പെക്റ്റിന് നമ്മൾ മറ്റൊരു രീതിയിലേക്ക് അവിടെ വരുമ്പോൾ പറയും അക്സെപ്റ്റൻസ് എന്ന് പറയും. ഒരു അക്സെപ്റ്റൻസ് ഉള്ള ഇടത്ത് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവിടെ ഒരു വിലയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് നമുക്ക്. അപ്പോൾ അവിടെ ഇത് നോക്കിയിട്ട് പറയുക, വെറുതെ ചെന്ന് എന്താ പറയുക, അതിൻ്റെ നിൽക്കേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 30-40 വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവരുടേതായിട്ടുള്ളൊരു ലോകം, അത് വേറെ തന്നെ ഒരു ലോകമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു 40s ഒക്കെ കഴിഞ്ഞ് വരുന്ന സ്ത്രീകൾ കുറച്ചധികം സ്ട്രോങ്ങും കുറച്ചധികം ബ്യൂട്ടിഫുള്ളും അല്ലേന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അയ്യോ, അത് വേറൊരു കാര്യമുണ്ട്. ദ കോൺഫിഡൻസ് മേക്സ് ദം സ്ട്രോങ്, ദ കോൺഫിഡൻസ് മേക്സ് ദം മോർ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും അങ്ങനെ പറയാം.
നമുക്ക് ഉള്ളിൽ പേടി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ സൗന്ദര്യങ്ങളും നമ്മുടെ ഉള്ളിലെ എന്താ പറയുക ഇതൊന്നും നമ്മൾ എടുത്ത് പുറത്ത് കാണിക്കുകയില്ല. പക്ഷെ നമ്മുടെ പേടി നഷ്ടപ്പെടുമ്പോൾ നമ്മളിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസമാണ് ഇത് രണ്ടുമാക്കി സെൽഫ് മാറ്റുന്നത്. കോൺഫിഡൻസ്. അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസമാണ് നമ്മുടെ ഉള്ളിലെ സൗന്ദര്യത തരുന്നത്. ഒരു 30-40 എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി പഠിച്ച് അവളുടെ വിവാഹം കഴിഞ്ഞ് അവൾക്ക് പിന്നെ അവളുടെ ഉത്തരവാദിത്തങ്ങൾ, ഭർത്താവ്, അതുപോലെ തന്നെ ബാക്കി മദറിലോ ഫാദറിലോ അല്ലെങ്കിൽ അവളുടെ ജോലി, ഇതെല്ലാം കഴിഞ്ഞ് അവളൊരു 30-40 വരുമ്പോൾ മറ്റുള്ളവരെല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവുകയും അവളുടെ കാര്യത്തിന് സമയം കണ്ടെത്തുകയും വരുമ്പോഴാണ് അവളിലേക്ക് തിരിയുന്നതും അവളുടെ പോരായ്മകളെ തിരിച്ചറിയുന്നതും അവളുടെ പോരായ്മകളിൽ അയ്യോ ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അവളുടെ തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഇപ്പോഴാണ് പലപ്പോഴും. ആ പ്രായത്തിലാണെന്നുള്ളത്. തിരിച്ചറിവില്ല എന്നുള്ളതല്ല മറ്റുള്ളവർക്ക്, പക്ഷെ അവിടെ അവൾ തിരിച്ചറിയുമ്പോൾ ഞാൻ കുറച്ചുകൂടി അവിടെ അവൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്, ആ ഒരു കോൺഫിഡൻസ് ആണ് അവളുടെ സൗന്ദര്യമായിട്ടും അവളുടെ എന്താ പറയുക അവളുടെ ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ് അതിനെ മാറ്റിമറിക്കുന്നത്. സോ ദാറ്റ്സ് ദ ഓൺലി വൺ തിങ്. അത് അവിടെ സ്ത്രീക്ക് ഉള്ളിലൊരു പേടിയില്ലാതാകുമ്പോൾ അവൾ ഏറ്റവും നല്ല സുന്ദരിയ. അത് 18 പെൺകുട്ടികൾ, 18 വയസ്സിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ ഉള്ളിലുള്ള ആ സൗന്ദര്യം പിന്നെ കാണുന്നത് ഇവളുടെ പേടിയൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ്. ഈ 40s ഒക്കെ കഴിയുമ്പോഴാണ് സ്വന്തമായിട്ട് അയ്യോ എനിക്ക് എന്നെ ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങാൻ, ഇത്രയും കാലം ഞാൻ മറ്റുള്ള കാര്യങ്ങളിൽ അതെ മറ്റുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുമല്ലോ. ആ സമയം വരെയും അവര് കുറച്ച് ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യമാണെങ്കിലും വീട്ടിലുള്ള ഓരോ കാര്യങ്ങളാണെങ്കിലും ഓഫീസ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ, പക്ഷെ എന്നാലും സെൽഫായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ബോധം ആ സമയത്ത് ഉണ്ടാവണം എന്നില്ല. അല്ല, അപ്പോൾ ആക്ച്വലി ഇപ്പോഴും അങ്ങനെ നമ്മൾ ഈ പറയുന്ന 40കളിൽ മാത്രമല്ല കേട്ടോ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഇതെല്ലാം നോക്കി സ്വന്തം സൗന്ദര്യത്തിനും വേണ്ടി സമയം മാറ്റിവെക്കുന്ന സ്ത്രീകളും ഉണ്ട്. കാരണം അവരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരാ. കാരണം അവരുടെ ടൈം ടേബിളിൽ ഗിവിങ് ദ സ്പേസ് എന്ന് പറയുന്നുണ്ട്. പണ്ട് നമ്മളെപ്പോലുള്ളവർ കുറച്ച് ചിലരൊക്കെ, ഞാൻ പറയുന്നത് അതൊക്കെ നമ്മൾ അതിനുള്ള സ്പേസ് മാറ്റി വെച്ചില്ല എന്നുള്ളതാണ്. നമ്മളുടെ സ്പേസ് നമ്മൾ മാറ്റി വെക്കുന്നത് ഇപ്പോഴാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ മകളെ പറയുകയാണെങ്കിൽ, അവളിപ്പോൾ അവളുടെ ഒരു 27 ഏജിൽ, ഞാൻ 27 ഏജിൽ എനിക്ക് സ്പേസ് മാറ്റി വെച്ചിട്ടില്ല. ബട്ട് അവൾക്ക് വേണ്ടി സ്പേസ് മാറ്റി വെക്കുന്നുണ്ട്. അവളുടെ ഇഷ്ടങ്ങൾ അവൾ ചെയ്യാൻ സമയം കണ്ടെത്തുന്നുണ്ട്. അവൾക്ക് അവളുടേതായ വോയിസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വോയിസും ഈ ഒരു ഇതും കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതാണ്. അത് നല്ലതാണോ? നല്ലതാണ് തീർച്ചയായിട്ടും. കാരണം അങ്ങനെ മാറുന്നത് കൊണ്ട് ഇന്ന് ഞാൻ എടുത്ത ഒരു വിഷയമുണ്ട്, ഇന്ന് ഞാൻ സംസാരിച്ച ഒരു വിഷയമുണ്ട്. അതായത് ഭയങ്കര ടോക്സിക് ആയിട്ട് രാവിലെ ഞാൻ ചെയ്ത ഒരു കോളിൽ ഒരു കുഞ്ഞിനെ എനിക്ക് വിളിക്കേണ്ടി വന്നു. അപ്പോൾ അവർ രണ്ടുപേരുടെയും പ്രണയം എനിക്കറിയാം. അപ്പോൾ ആ പെൺകുട്ടി ഭയങ്കര ടോക്സിക്കാണ്, അതും എനിക്കറിയാം. ഞാനപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര വീർപ്പുള്ളൂ. അപ്പം ഞാൻ അവനോട് പറഞ്ഞത്, നിനക്ക് അവൾ ടോക്സിക്കാന്ന് തോന്നിയാൽ നീ അത് നോ പറയേണ്ടടുത്ത് നീ നോ പറയൂ. അപ്പോൾ ഇന്ന് നിലപാടുകൾ എടുക്കാൻ ഇന്ന് എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ ഭയങ്കര ശക്തരാണ്, ആൺകുട്ടികൾ അവിടെ കുറച്ച് പതുക്കെ ഒരു പടി ബാക്കിലോട്ടാണ്. ബട്ട് ഇന്നും സ്ട്രോങ് ആയിട്ട് പറയുന്ന, സ്ട്രോങ് ആയിട്ട് തൻ്റെ സ്പേസിനെ കുറിച്ച് കറക്റ്റായിട്ട് പറയുന്ന ഇടങ്ങൾ ഇന്നും ഉണ്ട്. കാരണം എൻ്റെ 2 കുഞ്ഞുങ്ങളും പ്രായം, ഒരാൾ 25 ആയി, ഒരാൾ 28 ആയി. അതുകൊണ്ട് തന്നെ ഞാൻ അവരോടൊപ്പം ജീവിക്കുന്ന ഒരു അമ്മ ആയതുകൊണ്ട് എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെന്നെക്കാട്ടിലും സ്ട്രോങ് ആൻഡ് അവരെന്നെക്കാട്ടിലും ബോൾഡ് ആൻഡ് അവരെന്നെക്കാട്ടിലും ഓരോ നിലപാടുകളിൽ എൻ്റെ ലൈഫിൽ, നേരത്തെ റോഷിനി പറഞ്ഞതുപോലെ ദ മദർ ഹു നെയിംഡ് ബൈ ഹർ കിഡ്സ്, അത് വെറുതെ ആയതല്ല. ഞാൻ ഒറ്റയ്ക്കായി പോയ സമയം മുതൽ എൻ്റെ കുട്ടികളാണ് എൻ്റെ പ്രായത്തിൽ ഞാൻ എടുക്കാത്ത കാര്യങ്ങളിൽ നിലപാടുകൾ എടുത്ത് എന്നെ സ്ട്രോങ് ആക്കി വന്നപ്പോൾ ദേ ആർ ദ എല്ലാം ആ പാരൻസിനും ബാക്ക് ബോൺസ് ആണ് കുഞ്ഞുങ്ങൾ. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപടി മുകളിലാണ് എനിക്ക്. കാരണം അവരാണ് എൻ്റെ ഓരോ കാലഘട്ടത്തിലും, എൻ്റെ കാലഘട്ടം അവരോടൊപ്പമുള്ള കാലഘട്ടം, ഈവൻ ഇൻ മൈ ഡിവോഴ്സ്, ഈവൻ ഇൻ മൈ ഓരോ കാര്യങ്ങളിൽ, എൻ്റെ സംരംഭമായിട്ട് എല്ലായിടത്തും ഡിസിഷൻ മേക്കേഴ്സ് എൻ്റെ കുട്ടികളായിരുന്നു. സോ അപ്പോൾ അവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഐ റെസ്പെക്ട് ദം. കാര്യം അവർക്ക് കുറച്ചുകൂടെ നല്ല രീതി, നമ്മളെക്കാളും നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് അത് നമ്മുടെ ജനറേഷൻ, അത് നമ്മൾ കാലഘട്ടം. ഇനിയിപ്പം ഞാൻ നോക്കട്ടെ, അതിനേക്കാൾ നന്നായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് 10 വയസ്സുള്ള 15 വയസ്സിൽ എടുക്കാത്തത് എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ എടുക്കുന്നുണ്ട്. സോ അത് മാറും. നമ്മളെക്കാട്ടിൽ മിടുക്കരാണ് നമ്മുടെ തലമുറ എന്നുള്ളത് വളരെ അഭിമാനിക്കാം.
സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം സ്ത്രീകളെ സ്വാധീനിച്ചിട്ടുണ്ടോ? സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായി. അത് എനിക്ക് വേറൊരു കാര്യം പറയാൻ, ഞാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളോട് ഇടപെടുന്ന, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ഒരുപാട്, അതായത് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് ഇടപെടുക എന്ന് പറയുന്നത്, എന്നെ വിളിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഏറ്റവും അടുത്ത ഒരു ഇൻസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ചെങ്ങന്നൂരിൽ നിന്ന് എനിക്ക് വന്ന ഒരു കോൾ, ഇപ്പോഴും എനിക്കതിൻ്റെ റിപ്ലൈ കൃത്യമായി കൊടുക്കാൻ പറ്റാത്തതാണ്. അവരെന്നെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കാണുന്നത്, എന്നെ അറിയില്ല അവർക്ക്. അവർ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് കേരളത്തിന് വെളിയിൽ ജീവിച്ചിട്ട് ഇന്നിപ്പോൾ 2 കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിൽക്കുന്നു. ഒരു കുഞ്ഞും ഓട്ടിസ്റ്റിക്കാണ്, മൂത്ത ഒരു മകനുണ്ട്, ഹസ്ബൻഡ് വെളിയിലാണ്. ഈ കുഞ്ഞിൻ്റെ പഠനത്തിന് വേണ്ടി അതിനടുത്തുള്ള സ്കൂളിൽ നിൽക്കുന്നു. വലിയ മകന്, അവൻ എൻജിനീയറിംഗ് പഠിക്കാൻ പോകുന്നത് കോട്ടയത്താണ്. അവൻ പോയി വരുമ്പോൾ രാത്രി ഒരുപാട് ഇരുട്ടുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ആ വഴി പോകാനുള്ള ആരെങ്കിലും, മാം ഇതൊന്ന് വീഡിയോയിൽ ഇടുവോ, ആരെങ്കിലും ആ റൂട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനുള്ള വാഹനത്തിനുള്ള കാര്യം ക്രമീകരിക്കാൻ. അപ്പൊ ഇതെങ്ങനെ വീഡിയോ ഇടണമെന്ന് എനിക്ക് അറിയില്ല. ആൻഡ് വൺ തിങ്, അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെന്നാ നിങ്ങളുടെ കുഞ്ഞിനെ എന്നാ ഹോസ്റ്റലിൽ നിർത്തിയാൽ പോരെ? അപ്പോൾ എനിക്ക് അവരുടെ കുഞ്ഞിൻ്റെ അവരുടെ ഇളയ മകൻ്റെ ഒരു കാര്യം അയച്ചു. കാരണം അവൻ ചില സമയത്ത് ഭയങ്കര റൂഡാവും. അപ്പം എൻ്റെ കൂടെ നിന്ന് അവനെ അടക്കണമെങ്കിൽ വലിയ മോൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ ഒരമ്മ എന്നെ വിളിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചീറ്റ് ചെയ്യപ്പെട്ട മറ്റൊരമ്മയും എന്നെ വിളിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് 2 തരത്തിലാണ്. നമ്മൾ എങ്ങനെ അതിനെ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ്. എല്ലാത്തിനും അതിൻ്റെതായ നല്ല നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്സ് ഉള്ളതുപോലെ സോഷ്യൽ മീഡിയ നമ്മൾ എങ്ങനെ എടുക്കുന്നു, നമ്മൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയും സാരി ഉടുക്കാം, എങ്ങനെയും നമുക്ക് ബ്ലൗസ് വയ്ക്കാം, നമുക്ക് എങ്ങനെയും നമ്മളുടെ എന്താ പറയാ നമ്മളെ എക്സ്പോസ് ചെയ്യാം. പക്ഷെ അവിടെയും അതിൻ്റെതായ, ഞാൻ അതിനെ ഇടയ്ക്ക് ഞാൻ അതിനൊരു ഇതിട്ടു. ഞാൻ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരു വ്യക്തിയുടെ മാറ് മുറിച്ച ഒരു ഫോട്ടോയും കൂടെ ചേർത്ത് ഞാൻ ഇട്ടിട്ട് പറഞ്ഞു, നമ്മൾ ഒരു നിമിഷം ഇതിനെയൊക്കെ നമ്മളുടെ അതിനൊരിക്കലും ഈ എക്സ്പോസ് ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഒരിക്കലും അതല്ല പറഞ്ഞത്. പക്ഷേ നമുക്ക് നമ്മളെങ്ങനെയാണ് സമൂഹത്തിന്റെ മുൻപിൽ ആകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഞാൻ തീരുമാനിക്കുന്നു എൻ്റെ ക്ലീവേജ് ഒക്കെ ഒന്ന് കണ്ടോട്ടെ, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുന്നത് പൊക്കിളൊന്ന് 10 പേര് കണ്ടോട്ടെ, അതൊന്ന് നല്ല രീതിയിലൊന്ന് കാണുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ അതിനെ വിറ്റ് കാശുണ്ടാക്കുന്നവരാണ്. തീർച്ചയായിട്ടും കാശുണ്ടാക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കുന്നവന്റെ കാര്യം, അവനെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്ന സ്ത്രീയുടെ മാനം അവന്റെ അപ്പനോ പെങ്ങളോ ഒന്നും അല്ല, അവന്റെ അമ്മയോ പെങ്ങളോ ഒന്നും അല്ല. അവനെ സംബന്ധിച്ച് ഇത് വിൽക്കുക, കാശുണ്ടാക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ ഈ ഒരു ഇന്റർവ്യൂ മോഡിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കോൺസെപ്റ്റ്, ഇത് നമ്മളെ കേൾക്കാൻ ഒരു കൂട്ടം ഉണ്ടാവും, ഉറപ്പായിട്ട് നമ്മളെ വിമർശിക്കാൻ ഒരു കൂട്ടം ഉണ്ടാവും. ഏത് വിഷയമായാലും. അപ്പോൾ അവിടെ ഇത് നമ്മൾ ഈ പറയുന്ന നമുക്ക് 2 പേർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് ഘോരഘോരം പറയുന്നു, കേൾക്കുന്ന ചിലർ ഇതൊക്കെ ഞങ്ങൾ എത്ര കേട്ടിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇന്ന് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കേണ്ടുന്ന ഒരു ഉപാധിയായി മാറുമ്പോൾ അവിടെ പല എത്തിക്സുകളും മാറുകയാണ്. ഇനി അതിൽ ഒരു പെൺകുട്ടി മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവളുടെ വരുമാന മാർഗത്തിന് അത് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ വേറെ ചോദിക്കും, എന്നാൽ പിന്നെ വേറെ വരുമാന മാർഗങ്ങളില്ലേ? ഇറ്റ്സ് അപ്പോൺ ദെയർ ഓൺ ഫ്രീഡം. എല്ലാവർക്കും അവരുടേതായ ഫ്രീഡം ഉണ്ട്. ഇനി ഇതൊക്കെ കാണണ്ട എന്ന് ചിന്തിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. അതിനാണ് ഒരു അൺഫോളോ ബട്ടൺ വെച്ചേക്കുന്നത്. അതിനകത്ത് കമന്റ് ചെയ്യണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? നീ അത് കമന്റ് ചെയ്യണ്ട. പക്ഷെ അവിടെ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ നെഗറ്റീവ് കമന്റ് പോലും അവർക്ക് കാശ് ഉണ്ടാക്കി വളരെ സന്തോഷത്തോടെ. അല്ല, ആക്ച്വലി ഈ കുട്ടികൾ, ഞാനിപ്പോ ഇടയ്ക്ക് ഒരെണ്ണം ഇപ്പോൾ ഏറ്റവും 2 ദിവസം മുമ്പ്, ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു DJ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു വീഡിയോ 2 ദിവസമായിട്ട്. DJ അവളൊരു കോഴിക്കോടുകാരിയാണ്.
അവളുടെ DJ പാട്ട് ഭയങ്കര അവളെ എക്സ്പോസ് ചെയ്ത് ഡാൻസ് ചെയ്തു. അവൾക്ക് കുറച്ച് വണ്ണമുള്ളൊരു കുട്ടിയാണ്. അത് ബോഡി ഷെയ്മിങ് ആണ് അവളുടെ വണ്ണത്തെക്കുറിച്ച് പറയാൻ പോയാൽ. എന്നാൽ പോലും അവളത് ഡാൻസ് ചെയ്തു. ഇവളോടൊപ്പം ഖത്തറിൽ അവളോടൊപ്പം ഉണ്ടായിരുന്ന അവളുടെ കൂടെ അവരുടെ ഒരു ടീമിനെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്ന വേറൊരു ടീം എനിക്കറിയാവുന്ന എൻ്റെ ഒരു കൊച്ചനുജനുണ്ട്. ഞാൻ അവനോട് ഇന്നലെ പറഞ്ഞു, എടാ എന്നാടാ ഈ കുട്ടി ഇപ്പോൾ എയറിലാണല്ലോ, നിങ്ങളൊക്കെയാണോ ഈ പ്രോഗ്രാം നടത്തുന്നത്? ഇവൻ പ്രോഗ്രാമറാണ്. അല്ല ചേച്ചി, ഞങ്ങളുടെ അല്ല, ഇത് വേറെയാണ്, ഞങ്ങളെ ഒരു പ്രാവശ്യം ഖത്തറിലിടായിരുന്നു. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ചേച്ചി അവളൊരു നല്ല ബോൾഡ് കുട്ടിയാണ്. അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുള്ള 10ാം ക്ലാസ്സിൽ 10 വയസ്സ് മറന്നുപോയി ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ് അവളൊരു ഡിവോഴ്സിയാണ്. അവൾ പറയുന്ന ഒരു കാര്യം, എന്നെ 10 പേര് വിളിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നെഗറ്റീവിലാണ് എനിക്ക് 10 കാശുള്ളത്. സോ ഞാനിവിടെ കുത്തിയിരുന്ന് രാവിലെ എണീറ്റിരുന്ന് എൻ്റെ പോസിറ്റീവ് തോട്ട്സ് ഇട്ടിട്ട് പോലും എൻ്റെ റീച്ചുകളൊന്നും കൂടുന്നില്ല. ഈവൻ റോഷ്നി ഒന്നൊരു ബ്രൈഡിനെ ഏറ്റവും ഭംഗിയായിട്ട് മൊത്തത്തിൽ പൊതിഞ്ഞു വെച്ചിട്ട് ഇറങ്ങത്തില്ല. പക്ഷെ റോഷ്നി ഒരു ബ്രൈഡിനെ കുറച്ച് ആ ബ്രൈഡിന്റെ ഇഷ്ടപ്രകാരം കുറച്ചൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഷ്നിയുടെ പാർലർ ഭയങ്കര പൊങ്ങും. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ സോഷ്യൽ മീഡിയ. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ നമ്മള് കാലഘട്ടത്തിന് സോഷ്യൽ മീഡിയയോടെ നോക്കണ്ട, അവരതിന്റെ പാട് പോട്ടെ, നമ്മൾ നമ്മുടെ പാട് നോക്കി പോകും. അതാണ് ഏറ്റവും നല്ലത്. പറഞ്ഞാൽ ഇത് കാണാൻ ആൾക്കാരുണ്ട് എന്നുള്ളത്, കാണാൻ ആൾക്കാരുണ്ടെന്നല്ല, യു നോ വൺ തിങ്, എപ്പോഴും ഒരു കാര്യത്തെ വളർത്തുന്നത് നന്മയുള്ളവരല്ല. നന്മയുള്ള ലോകമേ എന്നൊക്കെ നമ്മൾ പാട്ടിലുണ്ട്. കാരണം ഒരു തിന്മ കണ്ടുപിടിക്കുന്നവനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രണ്ണൻ നോക്കിക്കാണുന്നത് മുഴുവൻ അവരെയാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു നെഗറ്റീവ് ഇട്ട് നോക്കട്ടെ. ഞാൻ ഇടയ്ക്ക് ഒരു കണ്ടാണ്, ഞാനൊരു സാരിയുടെ എന്റെ പൊന്നെ എന്നെ കുറച്ച് പേരുണ്ട്, ചേച്ചിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല, ഞാൻ 2-3 പ്രാവശ്യം അത് നോക്കി, അതിലെന്തെങ്കിലും ഞാൻ നെഗറ്റീവ് ചെയ്തിട്ടുണ്ടോ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്കതിൽ നിന്ന് ഒരു 6 സാരി ഉടുപ്പിച്ചു കൊടുക്കാൻ ഓർഡർ വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ സെൽഫായിട്ട് ഒരു സാരി ഡ്രേപ്പ് ചെയ്യുന്ന 1 മിനിറ്റിനകത്തൊക്കെ ഞാൻ പെട്ടെന്ന് സാരി ഉടുക്കുന്ന ആളാണ്. ചേച്ചി അന്ന് ചെയ്ത പോലെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ, നമുക്കൊരു പ്രൊഫൈൽ ഉണ്ട്, നമ്മുടെ ആ പ്രൊഫൈലിൽ നിന്ന് ഒരു അല്പം പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അയ്യോ ഇവരിങ്ങനെ ആയോ എന്നൊരു ചോദ്യം വരില്ല. എന്നോട് ചോദിച്ചു, ചേച്ചിയിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ നിന്ന് പ്രതീക്ഷിച്ചില്ല, ഞാൻ ഫുള്ള് കവർ ചെയ്ത ബ്ലൗസും. ഇനി ലാസ്റ്റിൽ കുറച്ച് അപ്പം ഞാനപ്പം നോക്കുകയാണ്, ഞാനപ്പോൾ ചെറിയ ഫ്രോക്കൊക്കെ ഇട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഞാനൊരു ഹാഫ് ഉടുപ്പിട്ട് പോകുമ്പോൾ എൻ്റെ അറിയാതെ എൻ്റെ ചിലപ്പോൾ കാണുന്നുണ്ട്. ഇനി അതാണോ? അപ്പോൾ ആളുകൾക്ക് നമ്മളെയൊക്കെ ഒരു ഇതിലിട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് കാണിച്ച് ഈ ക്ലീവേജ് നടക്കുന്നവർ നാളെ ഒരു ഫുൾ സ്ലീവൊക്കെ ഇട്ട് ഫുൾ ഇതൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഇവരാരും ഇവർ നോക്കൂല. അതെ അതെ അതെ, ആരും നോക്കൂല. സത്യം, കാരണം അവർക്ക് കാണേണ്ടത് ഇതാണ്. അതെ, അതാ ഞാൻ പറഞ്ഞു, കാണാൻ ആൾക്കാരുണ്ട്. കാര്യം നമുക്കിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ എത്രയോ പേജ് കാണുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ അതിൽ കമൻസ് ഒക്കെ കണ്ടാൽ നമുക്ക് ഈ ഒരാൾ പോലും ഇത്രയും നല്ല കമൻസ് തന്നിട്ടില്ല. നന്നായിട്ട് റീൽസ് ഒക്കെ ചെയ്തിട്ടാൽ പോലും നമുക്കൊരു കമൻസ് വരാറില്ല. പക്ഷെ അതിലൊക്കെ ഇത്രത്തോളം കമൻസ്, അതും എത്ര ഭംഗിയുള്ള കമന്റ്സുകളാണ്. കോൺട്രവേഴ്സി ഇടും. അപ്പൊ പറയും റോഷ്നിയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല, ശാലിൻ ചേച്ചിയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആളുകൾക്ക് വേണ്ടത് അവർ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ, അത് കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ റേറ്റിംഗ് അത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ ഇവര് ഈ ഒരു ഇതില് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ടോക്ക് ഇടും, ഇത് ഭയങ്കര റീച്ച് ആയി പോകും, നിങ്ങളുടെ മീഡിയ ഭയങ്കര സ്ട്രോങ് ആയിപ്പോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 30-40കളിലെ സൗഹൃദങ്ങളെ കുറിച്ച്, ഇപ്പോൾ സൗഹൃദം എന്ന് പറയുമ്പോൾ ഇനി പുരുഷ സൗഹൃദമാണോ സ്ത്രീ സൗഹൃദമാണോ, എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സൗഹൃദങ്ങളും നല്ലതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ദ വൺ തിങ് ഫസ്റ്റ് നമ്മളെ റെസ്പെക്ട് ചെയ്യുക. അതാണ് സെൽഫ് റെസ്പെക്ട് ആണിനും പെണ്ണിനും ഉണ്ടാവുക. നമ്മളെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കാത്തത് എനിക്കതില്ലേ, അല്ല, നമ്മൾ ഏറ്റവും ഭംഗിയാണ് എന്ന് നമ്മളോട് തന്നെ പറയുമ്പോൾ നമ്മളെ ചീത്തയാക്കാൻ ശ്രമിക്കുകയില്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളെ ചീത്തയാക്കാൻ അപ്പോൾ ശ്രമിക്കുകയില്ല. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും
റെസ്പെക്റ്റ്ഫുള്ളോടുകൂടി നമ്മളോട് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് വരുന്ന ഓപ്പോസിറ്റ്, അത് ഓപ്പോസിറ്റ് സെക്സ് ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ അവരോടും ആ റെസ്പെക്ട്നെസ് തന്നെ കാണിക്കും. അപ്പോൾ അത് കാണിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എന്താണ്, തിരിച്ചും അവരതേ ചെയ്യുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിങ്ങനെ ആൺ പെൺ സൗഹൃദങ്ങളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നിട്ടുള്ള പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും ചോദിക്കില്ല കേട്ടോ. എനിക്ക് ആ ജെൻഡറിലെ ഒരു സൗഹൃദത്തിന്റെ അങ്ങനെയില്ല. പിന്നെ ആണുങ്ങൾ കൂടുതൽ പോയാൽ, ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ ഏറ്റവും മോസ്റ്റ് നമ്മളോട്, നമ്മളെ അറിയാത്തവർ, നമ്മളെ മനസ്സിലാക്കാത്തവർ, നമ്മളുടെ ഏറ്റവും അങ്ങറ്റം പോയാൽ ഒറ്റ ചോദ്യം അവർ ചോദിക്കും, ക്യാൻ യു സ്പെൻഡ് എ നൈറ്റ് വിത്ത് മീ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഒറ്റ വേർഡിൽ കൂടെ എന്നുവെച്ചാൽ ഒന്ന് കൂടെ കിടക്കാൻ കിട്ടുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന അവരുടെ ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ്, ഇറ്റ്സ് ബൈ ഐ എം ഓൾസോ എ വുമൻ. പക്ഷെ നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഇതാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ആണുങ്ങളോട്, ഇങ്ങനെ ചോദിക്കുന്ന ആണുങ്ങളോട് നമ്മളൊരു വാക്ക് തിരിച്ചു പറയാം, സോറി തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല എന്നെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഞാൻ ചിലരോട് പറയുന്നടാ എന്റെ റേഞ്ചിന് നീ പറ്റത്തില്ല എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും നമ്മുടെ ഏറ്റവും നല്ല കെയർ ടേക്കേഴ്സ് ആൻഡ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്. യു നോ, എനിക്ക് സത്യം പറയാലോ ഇങ്ങനത്തെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ, ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു മോശം രീതിയിലും ഒരാളും എന്നോട് ഇന്നേ വരെ സംസാരിക്കാനും എന്നോട് മോശമായിട്ട് അങ്ങനെ എന്റെ സോഷ്യൽ മീഡിയ കണ്ട് ഞാനും സംസാരിക്കത്തില്ല. ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടനെ എന്റെ 2 പ്രൊഫൈൽ അത് കണ്ടിട്ട് വരാൻ പറയും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം നമ്മൾ എന്ത് കാര്യത്തെയും നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അതിൻ്റെ ആഫ്റ്റർ എന്ന് പറയുന്ന കാര്യം. ഇപ്പം 8-10 വർഷത്തെ നല്ല പുരുഷ സൗഹൃദങ്ങളുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം ഈ പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെ ഒരു വാക്ക് ചോദിക്കുന്നു, സത്യം പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അവരോട് വല്ലാത്ത റെസ്പെക്ട് ഫീൽ ചെയ്യുന്നു. ഇപ്പം വേറൊരു കാര്യമുണ്ട്, എന്നോട് ഈ ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിലൊന്നും ആരും ചോദിച്ചിട്ടില്ല. എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ആരുടെയൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ജാട തള്ള എന്നുള്ളൊരു ഭയങ്കര ഒരു മെൻറ്റാലിറ്റിയാണ് പലർക്കും. അവരേതോ ഒരു ജാട പിടിച്ച സാധനം എന്തോ ആണ് എന്നുള്ള ചിന്തയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എന്നോട് ഒരു ഹായ് പറയുമ്പോൾ തന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് ഞാനത് അയച്ചിട്ട് ഇത് മൊത്തം കണ്ടിട്ട് അപ്പോഴേക്കും അവരൊന്നില്ലെങ്കിൽ ഓട്ടം വെച്ചു പോകും. എന്നോട് ചോദിച്ചത്, എന്നോടൊപ്പം ഉള്ളൊരു 20 വർഷത്തിൽ കൂടുതലായിട്ട് എന്നെ അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. ഹി തോട്ട് ദാറ്റ് ബിക്കോസ് ഐ am a single parent last more than 15 years. That's the reason he said that നിനക്ക് അഥവാ എന്തെങ്കിലും നിനക്കൊരു നീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഒന്നും ചിന്തിക്കേണ്ട, ഐ ആം ദെയർ എന്നുള്ള അവൻ ഭയങ്കര കൺസേണിലാണ് ചോദിച്ചത്. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, സോറി ഇടാ, നീ എനിക്ക് സൂട്ടാവില്ല എന്ന് പറയുന്നത് പോലെ അങ്ങ് ഒഴിയാം. അത് പക്ഷെ വേറൊരാൾ ഐ ആം റെഡി ഫോർ സമ്മൺ എന്നുള്ളതല്ല. അവിടെയും ദ ഫസ്റ്റ് പറഞ്ഞതുപോലെ ദ ഫ്രീഡം ടു ടോക്ക് ദ വുമൻ ഹാസ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ റെസ്പെക്റ്റ് നമ്മൾ ഒരു വ്യക്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏത് സൗഹൃദങ്ങളും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റെസ്പെക്റ്റ് മാത്രമല്ല ഈ പറഞ്ഞ ഈ ഫ്രീഡം, നിങ്ങളോട് നമ്മൾ എടുക്കുന്ന ഫ്രീഡത്തിന് ഒരു അതിർവരമ്പ് നമ്മൾ വെക്കേണ്ടതിന് ആ ഒരു അതിർവരമ്പ് കടന്നു കഴിഞ്ഞാൽ അവനോട് നോ പറയാൻ പറ്റുന്നിടത്ത് നോ പറയാൻ പറ്റിയാൽ നിങ്ങൾ നോക്കിയോ. ഇപ്പൊ ഈ സത്യം പറഞ്ഞില്ല, ഇത് എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഇപ്പൊ ഒരു 10 നമ്പറിൽ എടുത്തു കഴിഞ്ഞാൽ 7 മെയിൽസും 3 വുമണും ആയിരിക്കും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. എനിക്കും ഓൾസോ അതുപോലെ തന്നെ വരും. എന്റെ മകൾക്കും അങ്ങനെയാണ്. നല്ല രീതിയിൽ എന്റെ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ. ഏറ്റവും എൻ്റെ ഇളയ മോൾക്കാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബോയ്സും ഒരൊറ്റ ഒരാളുമായിട്ടാണ് എവിടെയും പോകുന്നത്. പക്ഷെ അവൾക്ക് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫ്രീഡം നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ കുട്ടികളോട് വല്ലാത്ത റെസ്പെക്ട്, ഈ 18-19 വയസ്സുള്ള കുട്ടികളോട് നമുക്കൊരു റെസ്പെക്ട് ഫീൽ ചെയ്യുന്നു ആൺകുട്ടികളോട്. ഇപ്പോഴും അങ്ങനത്തെ സൗഹൃദങ്ങൾ ഒരുപാട് കുട്ടികൾ. അത് ജനറേഷൻ ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ എല്ലായിടത്തും എല്ലാ കാലഘട്ടത്തിലും മോശമുണ്ട്, നല്ലതുമുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ മോശത്തിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതായി മാറിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മോശം മാത്രം. പിന്നെ നമ്മളുടെ ഒരു പ്രവണത മോശം കാണുക എന്നുള്ളത് നമുക്ക് ഭയങ്കര വലിയ കാര്യവും. മോശം കണ്ടാൽ
കാശ് കിട്ടുക എന്നുള്ളത് ഇന്നത്തെ സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു ആൽഗോരിതം അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ അത് മാത്രം കാണാനായിട്ട് വരുന്നു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പുകളാണ് ഇവിടെ വ്യക്തമായി. തിരഞ്ഞെടുപ്പുകൾ കൃത്യമാവുക എന്നുള്ളത് ഭയങ്കര ഒരു അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് സത്യത്തിൽ. ആ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കണം എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത്.